കുടിയേറ്റ തൊഴിലാളികളുടെ വലിയ സെറ്റിൽമെൻറ്റുകളുണ്ടായ ഗ്രാമങ്ങളിലൊന്നാണ് ഉരുൾ ദുരന്തത്തിൽ മരണത്താഴ്വരയായ മുണ്ടക്കൈ. റോഡ് അവസാനിക്കുന്നതിന് പറയുന്ന ഡെഡ് എൻഡിന് ഉത്തമ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന പ്രദേശമാണ് മുണ്ടക്കൈയും അട്ടമലയും. വയനാടിൻ്റെ മിക്ക പ്രദേശങ്ങളിലേക്കും നിരവധി റോഡുകളുണ്ടെങ്കിലും ഈ പ്രദേശങ്ങളിലേക്ക് ആകെയുള്ളത് ഒരൊറ്റ റോഡ് മാത്രം. ദുരന്തഭൂമിയായ മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമാകുന്നതും ഭൂപ്രകൃതിയുടെ ഈ സവിശേഷത കൊണ്ടാണ്. വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്ന് 9 കിലോമീറ്ററുണ്ട് മേപ്പാടി ടൗണിലേക്ക്. മേപ്പാടിയിൽ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുണ്ടക്കൈയിലെത്താം. മേപ്പാടി ടൗണിൽ KB റോഡ് വഴി മുണ്ടക്കൈ റോഡിലേക്ക് പ്രവേശിച്ചാൽ തിരിച്ചു വരാൻ മറ്റു വഴികളില്ല. മേപ്പാടിയിൽ നിന്ന് 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുണ്ടക്കൈക്ക് തൊട്ടടുത്തുള്ള ചെറിയ ടൗണായ ചൂരൽമലയിലെത്താം. ചൂരൽമല പാലം കഴിഞ്ഞാൽ ഇടതുവശത്തേക്കുള്ള റോഡ് അട്ടമലയിലേക്കും വലതുവശത്തേക്കുള്ള റോഡ് മുണ്ടക്കൈയിലേക്കുമാണ്. മുണ്ടക്കൈ എത്തിക്കഴിഞ്ഞാൽ ആ റോഡ് അവിടെ അവസാനിക്കുകയാണ്. മേപ്പാടി മുണ്ടക്കൈ ബസ് റൂട്ടിൻ്റെ അവസാന സ്റ്റോപ്പ് ഡെഡ് എൻഡ്. ഇവിടെ നിന്ന് മുകൾ ഭാഗത്ത് പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലേക്ക് ദുർഘടമായ വഴികളിലൂടെ വേണം തൊഴിലാളികൾക്ക് പോകാൻ. ഇത് കഴിഞ്ഞാൽ പിന്നീട് നിലമ്പൂർ മലനിരകൾ പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടവും ഇതിനടുത്താണ്. 12,000 ഹെക്ടർ സംരക്ഷിത വനപ്രദേശമാണ് ഈ മലനിരകൾ. കുടിയേറ്റ തൊഴിലാളികൾ വന്ന് വലിയ സെറ്റിൽമെൻറ്റുകൾ ആയതിൻ്റെ ചരിത്രമാണ് മുണ്ടക്കൈ, അട്ടമല, പുത്തുമല എന്നിവയുടെ പൊതുവായ ചരിത്രം. മനുഷ്യവാസം ഇല്ലാതിരുന്ന വൻ മലനിരകൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ പ്രദേശത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. 1850കളിൽ തന്നെ ഇവിടെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തേയില ഉൾപ്പെടെയുള്ള കൃഷികൾ വ്യാപകമായിരുന്നു. കള്ളാടി, പുത്തുമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ വലിയ പുൽക്കുന്നുകൾക്കിടയിൽ ബ്രിട്ടീഷ് നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കാണാം. പിൽക്കാലത്ത് ഏറ്റവും വലിയ തേയിലത്തോട്ടമായി മാറിയ സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റ് പിറവിയെടുത്തതോടെയാണ് വലിയ തോതിലുള്ള തൊഴിലാളികൾ കുടിയേറ്റം ഉണ്ടായത്. മേപ്പാടി പഞ്ചായത്തിലെ 12-ാം വാർഡിൽ പുത്തുമല മുതൽ നീലിക്കാപ്പ്, ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സെൻട്രൽ റോക്ക് എസ്റ്റേറ്റ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന എസ്റ്റേറ്റുകളിൽ ഒന്നാണ്. തദ്ദേശീയരായി ഇവിടെയുണ്ടായിരുന്നത് പണിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നീട് മലപ്പുറം, പാലക്കാട്, തലശ്ശേരി ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് തൊഴിലാളികൾ എത്തിയത്. കുടുംബങ്ങൾ ആയാണ് അക്കാലത്ത് തൊഴിലാളികളെ മേസ്ത്രിമാർ കൊണ്ടുവന്നിരുന്നത്. ഇവർക്ക് താമസ സൗകര്യവും ആരോഗ്യ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. പിൽക്കാലത്ത് സ്കൂളുകളും ആരംഭിച്ചു. മുസ്ലിം, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു തൊഴിലാളികളിൽ അധികവും. തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ എത്തിച്ചു. 1950കളുടെ തുടക്കത്തിൽ തിരുവിതാംകൂർ ഭാഗത്തു നിന്നും മധ്യ കേരളത്തിൽ നിന്നും കുടിയേറ്റങ്ങൾ നടന്നു. ഇത്തരത്തിൽ എത്തിയവർ കർഷകരായിരുന്നു. ഇവരിൽ പലരും 5-10 ഏക്കർ പണം കൊടുത്തും വെട്ടിപ്പിടിച്ചും കൃഷികൾ ചെയ്തു. പുത്തുമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ വലിയ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. മുണ്ടക്കൈ ഫാക്ടറി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഫാക്ടറിയും തേയിലത്തോട്ടവുമാണ് മേഖലയെ ജനവാസമുള്ള പ്രദേശമാക്കി മാറ്റിയത്. തേയില കൃഷി ചെയ്ത സെൻട്രൽ റോക്ക് എസ്റ്റേറ്റിനു പുറമേ മറ്റു പല ചെറുകിട എസ്റ്റേറ്റുകളും പ്രവർത്തിച്ചിരുന്നു. റാണിമല, നാഗമല, ഡംഡം തുടങ്ങിയ ചെറുകിട തോട്ടങ്ങൾ, ഏലമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ആദ്യകാല തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് ഇത്തരം തോട്ടങ്ങളിലെ തൊഴിലാളികളായി മാറിയത്. മുമ്പ് മുണ്ടക്കൈ വഴി നിലമ്പൂരിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ അവ ഫലപ്രദമായില്ല. താമരശ്ശേരി ചുരം താണ്ടാതെ കടന്നുപോകാൻ കഴിയുന്ന ഈ പാതയിൽ 7 പാലങ്ങൾ നിർമ്മിക്കണമെന്നത് ആയിരുന്നു വെല്ലുവിളിയായി പറഞ്ഞിരുന്നത്. വനഭൂമിയിൽ റോഡ് നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള അനുമതികളും മറ്റു ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും വേറെയും. ഇപ്പോഴും KSRTC ബസ്സുകൾ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് സർവീസ് നടത്തുന്നത്. ഒരു സ്വകാര്യ ബസ്സും സർവീസ് നടത്തുന്നു. തേയിലത്തോട്ടങ്ങൾക്ക് പിറകെ ചെറുകിട തോട്ടങ്ങൾ നിരവധി വന്നതോടെ പ്രദേശം സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടിരുന്നു. ശരാശരി വരുമാനത്തിൽ മേപ്പാടി പഞ്ചായത്ത് സംസ്ഥാനത്തു തന്നെ ഒരു കാലത്ത് ഏറെ മികച്ചതായിരുന്നു. അന്നത്തെ പ്രദേശത്തെ വാണിജ്യ സ്ഥിരാകേന്ദ്രം ആയിരുന്നത് മേപ്പാടി ടൗണാണ്. 80കളുടെ അവസാനത്തോടെ പല തോട്ടങ്ങളും കയ്യേറ്റം ചെയ്യപ്പെടുകയും വെട്ടിമുറിക്കപ്പെടുകയും ചെയ്തതോടെ സ്ഥിരം തൊഴിലാളികൾ പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. താഞ്ഞിലോട് 300 ഏക്കർ തോട്ടത്തിൽ സ്ഥിരം തൊഴിലാളികളെ പുറത്താക്കുന്നതിന് മാനേജ്മെൻറ്റ് കള്ളം പറഞ്ഞത് ഏലത്തിൻ്റെ ചരം മോഷ്ടിച്ചെന്നായിരുന്നു.
ഇത്തരത്തിൽ പല തോട്ടങ്ങളിൽ നിന്നും വിവിധ ആനുകൂല്യങ്ങൾ നേടിയിരുന്ന തൊഴിലാളികളെ വ്യാപകമായി പുറത്താക്കി. ടൂറിസം മേഖലയിൽ വ്യാപകമായ മുന്നേറ്റമുണ്ടായപ്പോൾ മലനിരകളും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഉൾപ്പെടുന്ന വെള്ളരിമല പ്രദേശം വലിയ തോതിലാണ് മാറ്റത്തിന് വിധേയമായത്. നൂറുകണക്കിന് റിസോർട്ടുകളും സാഹസിക ടൂറിസം സംരംഭങ്ങളും ഇവിടെ വന്നു. ഒരു കാലത്ത് തൊഴിലാളികളെ കിട്ടാതെ വിഷമിച്ചിരുന്ന പ്രദേശമായിരുന്നു 900 മല. ഏലത്തോട്ടങ്ങളുള്ള 900 മലയിലേക്ക് 4-5 കിലോമീറ്റർ കുത്തനെ നടന്ന് ജോലിക്ക് പോകാൻ തൊഴിലാളികൾ തയ്യാറായിരുന്നില്ല. 900 മല 900 കണ്ടി എന്ന സാഹസിക ടൂറിസം കേന്ദ്രമായാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇനിയൊരു ഇന്റർനാഷണൽ കൊമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും. റാൻസ് അക്കാദമി CA, ACCA, CMA India, USCMA കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം. വിജയമുറപ്പാക്കാൻ കോമ്പറ്റന്റ് ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ആൻഡ് 1 മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും. റാൻസ് അക്കാദമി, മട്ടന്നൂർ.